ഹലോ, എല്ലാവർക്കും ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. ഒരാഴ്ചയ്ക്കുള്ള ടാരോ കാർഡാണ് വായിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരയ്ക്കുള്ള നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് തിങ്കളാഴ്ച നിന്ന് ശിവൻ്റെ കാർഡ് എടുക്കാം. സാക്രഡ് ഗംഗ വാട്ടർ എന്നാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സ് വന്നിട്ട് നമ്മുടെ അത്രയും വെള്ളത്തിൻ്റെ അത്ര ഒരു ശുദ്ധമായ ഒരു ഇതാണ് മനസ്സ്. പക്ഷേ നമുക്ക് ആൾക്കാരായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കാനും പറയും, നല്ലതിനും പറയും, ചീത്തയ്ക്കും പറയും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മനുഷ്യരുടെ ഓരോരോ സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് പലതും ചിന്തകളായിട്ട് മനസ്സ് പലതരത്തിലിങ്ങനെ എന്താ പറയുക, ചഞ്ചല മനസ്സ് എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ്. ഒന്നും പറയാൻ പറ്റില്ല അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദൈവത്തിൻ്റെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യണം. ഒന്ന് അടുത്ത് ശിവൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ഒന്ന് വളക്കിനോ ധാരയ്ക്കൊക്കെ ഒന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും. മനസ്സ് അതുപോലെ സ്ഥിരമായിട്ടുണ്ടാകും. നമുക്ക് അങ്ങനെ മനസ്സ് അങ്ങോട്ടും അങ്ങോട്ടും എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരില്ല. പിന്നെ അടുത്ത ഒരു കാർഡ് വന്നിട്ട് നോക്കൂ, ശിവൻ്റെ ഫാമിലി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുടുംബത്തിൽ നമ്മളെല്ലാവരും നല്ല ഒരു ഒന്നോടുകൂടി നന്നായിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ആൾക്കാർ അതിന് ഇരിക്കാൻ വിടില്ല. എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഏട്ടനനിയന്മാരുടെ ഏട്ടത്തി അനിയത്തിമാരുടെ ഇല്ല അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. അത് മെയിനായിട്ട് എന്താണ് പറഞ്ഞാൽ നമ്മൾ ആര് പറയണത് ഒന്നും കേൾക്കരുത്. നമ്മുടെ മനസ്സ് പറയുന്നത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടില്ല. എപ്പോഴും അതെ, നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും നമ്മൾ പറയുന്ന മാതിരി ആയിരിക്കണം കേൾക്കേണ്ടത്. അതിനെ ബാലൻസ്ഡായിട്ട് വെച്ചോളൂ എപ്പോഴും. അതാണ് നമുക്ക് നല്ലത്. പിന്നെ അടുത്ത ഇനിയൊരു കാർഡ് വന്നിട്ട് ടാരോ കാർഡാണ് എടുത്തിരിക്കുന്നത്. 3 കാർഡ്. അത് പെട്ടെന്ന് ഷഫൽ ചെയ്യുമ്പോൾ 2 കാർഡ് വീണു. അപ്പോൾ ഒരു കാർഡും കൂടി എടുത്തതാണ് ഞാൻ. നോക്കട്ടെ, 9 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് വന്നിട്ട് വളരെ ഒരു നല്ലൊരു കാർഡാണത്. നമുക്ക് മുന്നോട്ടിലേക്ക് ഇനിയൊരു നല്ല ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ നല്ല നമ്മുടെ മുന്നേറ്റം, നല്ല ഒരു മുന്നേറ്റം കാണാം നമുക്ക്. ഫുൾഫിൽനെസ്, എന്തെങ്കിലും കൺസീവിനൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിലൊക്കെ നല്ല ഒരു സമയമാണിത്. ഗുഡ് ന്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഒരു പോസിറ്റിവിറ്റി, അച്ചീവ്മെൻറ്റ്, സാറ്റിസ്ഫാക്ഷനായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാനുള്ള സമയമൊക്കെ വരാൻ പോവുകയാണിപ്പോൾ. പിന്നെ ഇനിയൊരു കാർഡ് വന്നിട്ട് 5 ഓഫ് സ്വാർഡ്സ് ആണ്. 5 ഓഫ് സ്വാർഡ്സ് പറഞ്ഞിട്ട് ഈ കാർഡ് ആഴ്ചയുടെ അവസാനത്തിൽ കുറച്ചൊന്ന് ജലദോഷമോ പനിയോ വല്ലതും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം. കുറച്ച് പ്രാണായാമമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളൊന്നും പ്രശ്നമൊന്നുമില്ല. ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കണം. പിന്നെ അടുത്ത ഇനിയൊരു കാർഡ് വന്നിട്ട് നമുക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ സ്ട്രെങ്ത്ത് എന്നാണ് വരുന്നത്. സ്ട്രെങ്ത്ത് വന്നിട്ട് ഇന്നർ സ്ട്രെങ്ത്ത്, പേഷ്യൻസോടുകൂടി ഇരിക്കണം. നമ്മൾ എന്തൊരു ജോലി ചെയ്യണമെങ്കിലും അതിന് നല്ല എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിന് നല്ലൊരു സക്സസ് കാണാൻ സാധ്യതയുള്ളൂ. പൊതുവെ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ എത്ര പണി ചെയ്താലും എത്ര ചെയ്താലും നമുക്ക് ലാസ്റ്റ് നല്ല ഒരു സക്സസ് ഉണ്ടാകും. അത് ഒരു ലേസിനെസ് അങ്ങനെ ഇങ്ങനെ പിന്നെ ചെയ്യാം നാളെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മളെന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ നമ്മളത് നല്ല എഫേർട്ട് ഇട്ട് ചെയ്താൽ മാത്രമേ അതിനോട് ഉള്ള ഒരു നല്ലൊരു സക്സസ് കാണുള്ളൂ. പിന്നെ ഫെബ്രുവരി 1-ാം തീയതി വന്നിട്ട് പൗർണമി പറഞ്ഞാൽ വെളുത്ത വാവാണ്. അന്നത്തെ ദിവസം ആകുന്നത് ഒരു വിളക്കിനും മാലയ്ക്കും കൊടുത്ത് ധാരയ്ക്കൊക്കെ കൊടുത്തിട്ട് അടുത്ത് ശിവൻ്റെ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരുന്ന സമയത്ത് ബാർലി ധാന്യം കേട്ടിട്ടില്ല, ബാർലി, അതിനെ ഒരു 100 ഗ്രാംസോ അല്ലെങ്കിൽ 250 ഗ്രാംസോ കൊണ്ടുവരിക. വീട്ടിൽ നല്ല ഒരു പ്രോസ്പെറിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. എന്താ പറഞ്ഞാൽ അത് നല്ല ഒരു ധാന്യമാണത്. നമ്മൾ പൈസ വെക്കുന്ന അവിടെ, സ്വർണം വെക്കുന്ന അവിടെയൊക്കെ അതൊരു 21 അല്ലെങ്കിൽ ഒരു 11 ധാന്യം അതിലിട്ട് വെച്ചാൽ വളരെ നല്ല അതാണത് ധാന്യം. പിന്നെ വല്ല ഏതെങ്കിലും തീർത്ഥങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ തീർത്ഥങ്ങളൊക്കെ ആൾക്കാർ തരില്ലേ, കാശിക്ക് പോയിട്ട് വന്നത് വേറെ തീർത്ഥങ്ങളൊക്കെ, ആ തീർത്ഥങ്ങളൊക്കെ ഓരോരോ സ്പൂൺ കുറേശ്ശെ കുടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ ദേഹത്തിൽ ആരോഗ്യത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ് എന്ന് ഇത് ചെയ്യണം. പിന്നെ ഇനിയൊന്ന് ഞാൻ അയക്കുന്ന വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യൂ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ഇന്നാണിപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇട്ടിരിക്കുന്നത്. സോ എല്ലാവരും ലാസ്റ്റ് വരയ്ക്കും നോക്കൂ. ഓരോരോ ടിപ്സായിട്ട് തന്നുകൊണ്ടിരിക്കും ഞാൻ. എല്ലാ വീക്കിലിയും ഓരോരോ ടിപ്സ് തരും ഞാൻ. അത് നിങ്ങൾക്ക് നല്ല പ്രോസ്പെറിറ്റിക്കും ഹെൽത്ത് കോൺഷ്യസിനും എല്ലാറ്റിനും വീട്ടിലേക്കും എല്ലാറ്റിനും നല്ലതാണത്. അത് റെഗുലറായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 days to 40 days നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് റെഗുലറായിട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ വീട് തുടയ്ക്കുമ്പോഴല്ലേ അപ്പോഴും ഒരു ലേശം ഉപ്പിട്ടിട്ട് വീടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ നെഗറ്റിവിറ്റിയും പോകാനുള്ള സാധ്യതയുണ്ട്.
വീട്ടിൽ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഒക്കെ ടി വിയിലോ അല്ലെങ്കിൽ ആഡിയോയിലൊക്കെ ഇട്ട് കേൾക്കാം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക്